ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ട്രിപ്പ് വ്ളോഗാണ്. നമ്മൾ കർണാടക ഡിസ്ട്രിക്റ്റിലുള്ള ഉള്ളാളം സെയ്ദ് മദനി ദർഗ എന്ന പള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോയിലാണെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താറായിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പം ഈ സ്ഥലം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ ഗീസ്? ഇതിപ്പോൾ നമ്മളുടെ കൊല്ലത്ത് പുതിയതായിട്ട് വന്ന ചെറിയൊരു പാർക്കാണ് ഗീസ്. നല്ലൊരു പാർക്കാണ് ഗീസ്. നമുക്കിവിടെ നിന്ന സമയം പോകുന്നതേ അറിയില്ല. അപ്പം നമുക്കിനി ട്രെയിനിലെ വിശേഷങ്ങളിലോട്ടൊക്കെ കടക്കാം. ഇപ്പം ഗീസ് നമ്മളിത് റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ട്. അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാൻ കയറിയിട്ട് ഗീസ് ആകാശം നോക്കി നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ ബൂസ്റ്റാണ് ഗീസ് കുടിച്ചത്. വാപ്പിയുടെ ഫ്രണ്ട്സും കൂടെ ഉണ്ട് നമ്മളുടെ കൂടെ പോവാൻ. അപ്പോൾ നമ്മളിത് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി. 8 മണിക്ക് ട്രെയിൻ വരുള്ളൂ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഗീസ് നമ്മൾ ട്രെയിനിൽ കയറാൻ പോവുകയാണ്. നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ, ഇപ്പം വരും ട്രെയിൻ. അങ്ങനെ ഗീസ് നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് കിടക്കാം. അങ്ങനെ ഗീസ് നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ രാവിലെ ആയി ഗീസ്. നമ്മളിപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് നമ്മൾ പള്ളി എത്തും. അങ്ങനെ ഗീസ് ഞങ്ങൾ ഉള്ളാളെത്തി. ഞങ്ങൾ ഇനി റൂം എടുക്കാനായിട്ട് പോകുന്നു. ഇനി നമ്മൾ റൂമൊക്കെ എടുത്തിട്ട് ഫ്രഷ് ആവാൻ പോവുകയാണ് ഗീസ്. ഇനി നമ്മൾ കുളിച്ചൊരുങ്ങി റെഡിയൊക്കെ ആയിട്ട് പള്ളിയിലോട്ട് പോകണം. ഞാൻ ഫ്രഷ് ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഗീസ്. ഇനി എല്ലാവരും ഫ്രഷ് ആവുകയാണ്. അപ്പം നെക്സ്റ്റ് തോന്നിയൊരു ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും നിങ്ങൾ കളിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഫ്രഷ് ആയിട്ട് നമ്മൾ പള്ളിയിലോട്ട് പോകാം. ഇനി പള്ളിയിലെ വിശേഷങ്ങൾ കാണാം. ഞാൻ കുളിച്ചൊരുങ്ങി. ഇനി നമുക്ക് കുറച്ച് നേരം പള്ളിയിലൊക്കെ കയറി യാസീനൊക്കെ ഓതി നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് കുറച്ച് നേരം അവിടെ പോയി നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ടിരിക്കാം. ഉറൂസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡെക്കറേഷൻസ് ഒന്നും അധികം അയച്ചിട്ടില്ല. ഇനി നമുക്ക് ബീച്ചിനോട് ചേർന്നുള്ള ഒരു പള്ളി. നമ്മളിന്ന് വന്നിരിക്കുന്നത് ബീച്ചിനടുത്തുള്ള ചെറിയൊരു പള്ളിയിലേക്കാണ്. ഇനി എന്താ പറയണ്ട, പള്ളിയിൽ കയറിയിട്ട് നമുക്ക് ബീച്ചിലും കൂടെയൊക്കെ ഒന്ന് പോകാം. ഈ ഒട്ടകം കണ്ടു ഗീസ്, നല്ല രസമുണ്ട് ഈ ഒട്ടകത്തിനൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ ഒട്ടകത്തിനെയൊക്കെ കണ്ടു. അങ്ങനെ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പാനിപൂരി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഒരു കടയിൽ കയറി നമ്മൾ പാനിപൂരി വാങ്ങി ഗീസ്. അങ്ങനെ ഗീസ് നമ്മൾ പാനിപൂരിയും വാങ്ങി, സോഡ നാരങ്ങയും വാങ്ങി. അങ്ങനെ അതൊക്കെ കഴിച്ചു കുടിച്ചു. ഇനി നമുക്ക് ഒട്ടക സവാരിക്കായിട്ട് പോകാം. ഞങ്ങൾ ഗീസ് അങ്ങനെ ഒട്ടകത്തിൻ്റെ വണ്ടിയിൽ കയറി. നല്ല രസമായിരുന്നു ഗീസ് ഇങ്ങനെ ഒട്ടകത്തിൻ്റെ വണ്ടിയിൽ പോകുവാൻ. എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു. എൻ്റെ അനിയനാണെങ്കിൽ കൈയൊക്കെ വിട്ടിരുന്നാണ് പോയത്. എനിക്കാണെങ്കിൽ കൈ വിടുമ്പോൾ തന്നെ പേടിയാവുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കൈയൊക്കെ വിട്ട് നോക്കി, എനിക്കാണെങ്കിൽ തല ഇറങ്ങുന്നു. അങ്ങനെ ഞാൻ സഹിച്ച് എന്തും വരട്ടെ എന്ന് പറഞ്ഞിരുന്നു കുറച്ച് നേരം. അങ്ങനെ ഗീസ് നമ്മൾ തണ്ണിമത്തം വാങ്ങി, തണ്ണിമത്തം കഴിച്ചു. അങ്ങനെ ഗെയ്സ് ഞങ്ങൾ ഒട്ടകത്തിലൊക്കെ കയറിയിട്ട് ബീച്ചിൽ നിന്ന് ഞങ്ങൾ ഓടി കളിക്കുക എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായൊരു മഴയും കൊടുങ്കാറ്റും ഒക്കെ വന്ന്. നിങ്ങൾ തെങ്ങിൻ്റെയൊക്കെ ഇത് രൂപം ഒന്ന് നോക്കണേ ഗെയ്സ്. അങ്ങനെ ഞങ്ങൾ ഓടുകയാണ്.
പെയ്ത്. അങ്ങനെ ഗൈസ് ആ വലിയ മഴയൊക്കെ തോന്നി. ഇനി ഞങ്ങൾ തിരിച്ച് പള്ളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഗൈസ് നമ്മൾ നടന്ന് പോവുകയാണ്. കഴിഞ്ഞതേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റാളുകളൊക്കെ ഓപ്പൺ ആയിരുന്നു. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ക്ലിപ്പ് വാങ്ങി, 30 രൂപയുടെ ക്ലിപ്പ് കുറച്ച് വാങ്ങി. പിന്നെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അടുത്തുള്ള ബീച്ചിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ രാവിലെ കണ്ട പള്ളിയല്ല, നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഗെയ്സ്. നമ്മുടെ ഉള്ളാളം പള്ളി കാണാൻ നല്ല രസമായിരുന്നു ഗെയ്സ്. രാത്രി ആയപ്പോഴത്തേക്ക് നമുക്ക് ഐസ്ക്രീം തിന്നാൻ ക്രേവിങ്സ് വന്നപ്പോഴത്തേക്കും നമ്മൾ താഴോട്ട് ഇറങ്ങി വന്ന റൂമിൽ നിന്ന് ഐസ്ക്രീം തിന്നു ഗൈസ്. നമ്മൾ ഐസ്ക്രീം തിന്നാനായിട്ട് താഴോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല പെരും മഴയായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഓടി. ഉമ്മ എനിക്ക് തന്നതാണ് ഗൈസ്. ഞാൻ ഉമ്മയുടെ നിന്ന് തോന്നി ഞാൻ കഴിച്ചു. ഐസ്ക്രീം മഴയും എല്ലാം കൂടെ സൂപ്പറായിരുന്നു ഗൈസ്. അങ്ങനെ ഗേസ് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കുടിച്ച് മഴയൊക്കെ തോന്നി ഞങ്ങൾ കിടന്നിറങ്ങി. എന്നിട്ട് ഇപ്പോൾ രാവിലെയാണ് ഗേസ്. ഇനി നമ്മൾ തിരിക്കും ഇവിടുന്ന്. അങ്ങനെ നമ്മൾ രാവിലെ കഴിക്കാൻ വന്നതാണ്. ആ സമയമപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ജുമ ഒക്കെ കഴിഞ്ഞപ്പോൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ കേസിൽ നമ്മൾ റൂമൊക്കെ കയറ്റിയത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ വരുന്നത് 6 മണിക്കാണ്. ഇപ്പോൾ 2 മണിയായിട്ട് നമ്മൾ നേരത്തെ പോയി. നമുക്കിനി ഫുഡ് കഴിക്കാൻ കയറണം. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. വാപ്പി ഊണാണ് പറഞ്ഞത്. ഞാൻ ബിരിയാണി, ഞാനും ഉമ്മയും ബിരിയാണി. അല്ലെങ്കിൽ വാപ്പിയുടെ ഊണ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വാപ്പി ഞാൻ ബിരിയാണി തരാം, ഊണിന് തരാം. വാപ്പി പറഞ്ഞു എനിക്ക് ഇന്ന ബിരിയാണി ഒന്നും വേണ്ട, എനിക്ക് ഊണ് തന്നെ മതി എന്ന് പറഞ്ഞു ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നു. എന്നിട്ട് വാപ്പി കഴിച്ചു. അങ്ങനെ തന്നെ ബിരിയാണി തന്നു. നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. ഞങ്ങൾ കൈരളി എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് കഴിച്ചത്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി കഴിച്ചു. അങ്ങനെ കേസ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ആശിക് വന്ദേ ഭാരത് തെള്ളി നീക്കാനുള്ള ശ്രമത്തിലാണ്. എന്നിട്ട് പറയണേ അവനെ അവിടെ കയറി കിടന്നുറങ്ങണോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്.
ഇനി നമ്മൾ ട്രെയിനിനായി വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ട്രെയിനിൽ കയറി. നാളെ രാവിലെ ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളവിടെ എത്തുക. അപ്പം ഇന്ന് രാത്രി നമ്മൾ ട്രെയിനിലായിരിക്കും ഗൈസ്. അങ്ങനെ ഗൈസ് രാത്രിയായി. അപ്പോഴത്തേക്കും നമ്മൾ ബോറടിച്ചപ്പോൾ പള്ളിയിൽ നിന്ന് വാങ്ങി ക്ലേ കൊണ്ട് കളിക്കുകയാണ് ഞാനും ആശയും കൂടെ. അങ്ങനെ ഞാൻ റെയിൻബോ ഒക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ താറാവിനെയൊക്കെ ഉണ്ടാക്കി ഗൈസ്. അതിനകത്ത് തന്നെ കുറച്ച് മോൾഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബോറടിച്ചപ്പോൾ നമ്മൾ അതിന് വെച്ച് കളിച്ച് അങ്ങനെ ഗൈസ് രാവിലെ ആയി. 2 സ്റ്റോപ്പും കൂടെയും കഴിഞ്ഞാൽ നമ്മളുടെ കൊല്ലം എത്തും. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിൽ എത്തി. ഇനി നമ്മൾ ബസ്സിൽ പോകും. നമ്മൾ ബസ്സിലാണ് പോകുന്നത്. കുട്ടിയത്തോട്ട് ബസ് കിട്ടാനായിട്ട് നടക്കുകയാണ്. ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ട്, ചെറിയൊരു സ്ഥലം. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ സ്വർഗ്ഗം കാലുകുത്തിയപ്പോഴാണ് സമാധാനമായി. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ട്രിപ്പൊക്കെ എന്തായാലും സൂപ്പറായിരുന്നു, എല്ലാം കൊള്ളാമായിരുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.